ഇവിടെ ഒരുപക്ഷെ രഞ്ജിനിയെ ഈ രൂപത്തിലാക്കി എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് പറയുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ചോദ്യം കൊണ്ട് ഞാൻ ഫ്രാങ്കോട് ചോദിക്കും രഞ്ജിനിയെക്കുറിച്ച്. അതും ഇതുപോലെ ഫ്രാങ്കായിട്ട് ഉത്തരം പറയണം. ഏകദേശം 14 വയസ്സുള്ളപ്പോഴാണ് രഞ്ജിനി ആദ്യമായി കൊച്ചിൻ കോറസിൽ ഗായികയായി വരുന്നത്. അന്ന് പാടിയ ഉണരുണരു ഉണ്ണിപ്പൂയെ എന്ന ആദ്യത്തെ ഗാനം ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അതിനുശേഷം വിവിധ ഭാഷകളിലായി അനേകം ഗാനങ്ങൾ രഞ്ജിനി പാടിക്കഴിഞ്ഞു. ഇന്ന് ഇന്ത്യൻ മ്യൂസിക്കും വെസ്റ്റേൺ മ്യൂസിക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അപൂർവം ഗായികമാരിലൊരാളാണ് രഞ്ജിനി. അന്നത്തെ ആ വിനയവും ലാളിത്യവും ഇന്നും രഞ്ജിനിയിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. എനിക്ക് രഞ്ജിനിയോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: വിജയകരമായ ഈ സംഗീതയാത്രയിൽ രഞ്ജിനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയി തോന്നിയിട്ടുള്ളൊരു ഒക്കേഷൻ അഥവാ ഏതെങ്കിലും സന്ദർഭങ്ങൾ ഏതാണ്? ഏറ്റവും tedious ആയിട്ടുള്ളൊരു സന്ദർഭം. tedious ആയിട്ട് എനിക്ക് തോന്നിയെങ്കിലും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയ tedious അല്ല എന്ന് തോന്നിയ 2 സന്ദർഭങ്ങൾ എനിക്കിപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ചോദിക്കുമ്പോൾ പാട്ടിനെ പറ്റി തന്നെ എനിക്ക് പറയാൻ പറ്റുക. ഒന്ന് രാജാസറിനെ കാണാൻ പോയപ്പോൾ രാജാസർ കീർത്തനം പാടാൻ പറഞ്ഞു. ഇത് തന്നെ പേടിച്ചാണ് പ്രസാദ് സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്. പേടിച്ച് പേടിച്ചപ്പോൾ ഞാൻ വലിയൊരു മനുഷ്യനെയാണ് പ്രതീക്ഷിച്ചത്. കാണുമ്പോൾ നല്ല പൊക്കമൊക്കെ ഉള്ള, ഒരു കാണുമ്പോൾ തന്നെ ഭയങ്കര ഇന്റിമിഡേറ്റ്, അല്ലെങ്കിൽ പേര് കേട്ടിട്ട് തന്നെ വരച്ചിട്ടാ പോകുന്നത്. പോയപ്പോ ചെറിയൊരു മനുഷ്യൻ, അതൊന്നുമില്ല. ഇല്ലില്ല, അദ്ദേഹത്തിന്റെ ഫേസ് നമുക്കറിയാം, എന്നാലും ഏകദേശം പൊക്കം എത്രയുണ്ട്, വണ്ണുണ്ട് എന്നൊന്നും നമുക്കറിയില്ലല്ലോ. പോയി കഴിഞ്ഞപ്പോൾ ചെറിയൊരു വ്യക്തിയും ഒരു വെള്ള മുറിയും കുറേ ദീവാനൊക്കെ ഇട്ടിട്ട് അദ്ദേഹം ഒക്കാരങ്ങമ്മ എന്നൊക്കെ പറഞ്ഞ് പാടി ബഹുമാനത്തോടെ. അച്ഛനും ഉണ്ടായിരുന്നു. കീർത്തനം പാടാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മ എന്ന് വിചാരിച്ചു മനസ്സിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അറിയാലോ ഇതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. പിന്നെ കണ്ണടച്ചൊരൊറ്റ പാട്ട് ദ്വിജാവതിയിലേക്ക്. അത് പാടണോ? അഖിലാണ്ടേശ്വരി രക്ഷമാം ശ്രീ അഖിലാണ്ടേശ്വരി രക്ഷമാം ശ്രീ ആഗമ ശ്രീ അഖിലാണ്ടേശ്വരി രക്ഷമാം ശ്രീ. രാജസാഹിബ് എന്ത് പറഞ്ഞു? രാജസാറ് ഒന്നും പറഞ്ഞില്ല, നന്നായിട്ട്. അല്ല, ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കണ്ണ് തുറന്നപ്പോ അദ്ദേഹം നോക്കി ഇരിക്കുന്നുണ്ട്. ഞാൻ ഒത്തിടയ്ക്ക് എഴുന്നേറ്റ് പോയിരുന്നു. ഇല്ല, അദ്ദേഹം നന്നാ പാടിനേമ്മ, ரொம்ப நல்லா പാടിനീങ്ക. പിന്നെ അച്ഛനും രാജസാറായിട്ട് സംസാരിച്ചു. പക്ഷെ എനിക്ക് ആ നേരത്താണ് ഒരു ശരിക്കും പറഞ്ഞാൽ ശ്വാസം വീണത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ടെൻഷൻ പോയി. കാരണം ഒന്നാമത് ഞാൻ ഇദ്ദേഹത്തെ നോക്കുന്നില്ല, ഞാൻ കണ്ണടച്ചാണല്ലോ പാടുന്നത്. അപ്പൊ പിന്നെ ഞാൻ അദ്ദേഹം അവിടെ ഇരിക്കുന്ന കാര്യം അങ്ങ് വിട്ടു. കുറേയൊക്കെ ഇപ്പൊ പണ്ടത്തെക്കാളൊക്കെ കുറച്ച് പേടി കൂടുതൽ എനിക്ക് തോന്നുന്ന. വയസ്സ് നമ്മൾ കൂടുന്തോറും ചില പേടികൾ കൂടുതൽ വരും, മനസ്സിലായി. അപ്പൊ പണ്ടത്തെ അത്രയും ധൈര്യം ചില നേരത്തെ നമുക്ക് തോന്നാറില്ല. പഴയ ഒരു കാലഘട്ടത്തിലെ ആ ഒരു ധൈര്യം ഇപ്പോഴില്ല അല്ലേ? ഞാൻ ശരിക്കും അതിൻ്റെ ഒരു വേറൊരു രൂപം ആലോചിക്കാറുള്ളത്, പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ എനിക്ക് ഒക്കെ വൈകിട്ടാണ് എല്ലാ എന്താ പറയുക, ഒരു സൈക്കിളായാലും ബൈക്കായാലും ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഐ എം ഫ്രം എ വെരി ആവറേജ് ഫാമിലി. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ബൈക്കൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ വലിയൊരു ആവേശമായിരുന്നു. അതിൽ ഈ സിനിമയിൽ കാണുന്ന പോലെയൊക്കെ ഓടിച്ചു നോക്കുക, അങ്ങനെ കെട്ടിമറിഞ്ഞു വീഴുക, അങ്ങനെ ഒരുപാട് അതൊരു വലിയൊരു ഹരം പോലെയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഈ ബൈക്കിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് സ്പീഡിൽ പോകുന്നതും അവരുടെ ആ ആക്ടിവിറ്റീസൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടി എനിക്ക്. ശരിക്കും ട്രാഫിക് അവയർനെസ്സിന് വേണ്ടിയുള്ള കുറച്ച് പാട്ടുകൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പൊതുവെ പാട്ടുകൾ കമ്പോസ് ചെയ്യാനായിട്ട്
ഭയങ്കരമായിട്ടുള്ളൊരു ധൈര്യമില്ല. പക്ഷേ ഇത് ഞാൻ വളരെ ആവേശത്തോടു കൂടെ ചെയ്തൊരു പ്രൊജക്റ്റാണ്. ലൈക്ക് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഈ ധൈര്യം നമ്മൾ പ്രായമാകുമ്പോൾ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ചാടി വെട്ടിയ ആളാണ് പ്രായം. ഇപ്പൊ കറിക്കരി എന്ന് കത്തി കണ്ട പ്രായം ഓടുന്നു. അവിടുന്ന് പോടും. പണ്ടും എനിക്ക് കത്തിയൊക്കെ ഭയങ്കര പേടി തന്നെയാണ്. വരട്ടെ, ഫ്രാങ്കോയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കൊണ്ടുവരട്ടെ. ഹലോ, ഗുഡ് ഈവനിങ്. സാധാരണ പറയാറുള്ള പോലെ, അല്ലെങ്കിൽ എല്ലാ ഷോയിലും പറയാറുള്ള പോലെ, എല്ലാവരോടും ചോദിക്കുന്ന പോലെ ഫ്രാങ്കോനോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. വളരെ വർഷങ്ങൾ എൻ്റെ കൂടെ എൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് കഴിഞ്ഞതാണ് ഫ്രാങ്കോ. അപ്പോൾ ഫ്രാങ്കോ എന്താണെന്ന് എനിക്ക് മറ്റെല്ലാവരേക്കാൾ കൂടുതലായിട്ട് അറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാൻ എനിക്ക് സംശയങ്ങളില്ല. പിന്നെ ഫ്രാങ്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് അറിയാത്ത ഒരു വലിയ രഹസ്യം എനിക്കറിയാം. ഫ്രാങ്കോനെ പൊതുവെ ഇപ്പം എല്ലാവരും അടിപൊളി പാട്ട് ഉണ്ടാക്കിയാൽ ഉടനെ ഫ്രാങ്കോനെ വിളിക്കുന്നു, അടിപൊളി പാട്ടിൻ്റെ ഒരു ഉസ്താദാക്കി മാറ്റിയിരിക്കുകയാണ്. അടിപൊളി പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഫ്രാങ്കോ എനിക്ക് അതെൻ്റെ കമ്പോസിങ് സമയത്ത് പലപ്പോഴും പല ട്രാക്കുകളും ആദ്യകാലങ്ങളിൽ പാടിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചിത്ര ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞത്, അയ്യോ ഫ്രാങ്കോ പാടിയ മെയിൽ സോങ് അല്ല, അത് ഫീമെയിൽ സോങ്ങാണ്. ആചാര്യൻ എന്ന് പറഞ്ഞ സിനിമയിലെ ചായം പോയ സന്ധ്യകൾ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഒരുപാട് പാട്ടുകൾ. അതുപോലെ വിദ്യാസാഗർ, എല്ലാവരും ഫ്രാങ്കോ പാടിയ ട്രാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എൻ്റെ പാട്ടുകൾ ഈ അടിപൊളി പാട്ടുകളേക്കാൾ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾക്കാണ് എനിക്ക് അവസരം കിട്ടിയിരുന്നത്, പ്രാധാന്യം ഞാൻ അതിനാണ് കൊടുത്തിരുന്നത്. അപ്പം അത്തരം പാട്ടുകൾ ഒരുപാട് ഭംഗിയായിട്ട് ഫ്രാങ്കോനെ ഈ അടിപൊളി പാട്ടിനേക്കാൾ നന്നായി പാടാൻ സാധിക്കും. എന്താ ഫ്രാങ്കോ, ഒരു പാട്ടൊന്ന് പാടി കാണിച്ച് ഇപ്പോൾ ഈ സമയത്ത്. അമ്മാവനാണ്, ഗുരുവാണ്, പിന്നെ ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളും കൂടി. ആ ഒരു പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ചേട്ടൻ്റെ മെലഡീസ്. കിനാവിലെ ജനാലകൾ തുറന്നാരാണോ, വിമൂകമാ വിപഞ്ചി വിരൽ തൊട്ടതാരാണോ, നിലാത്തുവലാലെ മുടി മെല്ലെ മെല്ലെ തലോടി മയക്കുന്ന കാറ്റിൻ്റെ കൈകളും